കുട്ടിക്ക് ഒട്ടും വയ്യ. കുട്ടിക്ക് തലവേദന ഇന്നലെ മുതൽ മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ പോയിട്ട് അതിനൊരു മരുന്ന് പറിച്ചു കൊണ്ടുവന്ന് ഒന്ന് ചെയ്യാം. അപ്പം നമ്മൾ പറിക്കാൻ വന്നത് ഇതാണ്. ഇതിൻ്റെ പേര് പെരുവിലം എന്നൊക്കെ നമ്മൾ പറയും. പെരുവിലം, പിന്നെ പെരുവിലമെന്നും പെരുമലം എന്നൊക്കെ പറയും. നമ്മൾ പെട്ടെന്ന് ഇവിടെയൊക്കെ പെരുമലം എന്നൊക്കെ പറയും, പെരുവിലം എന്ന് പറയും, വേറെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ സൈസ് വെള്ള പൂവാണ് ഉണ്ടാവുന്നതേ. ഇതൊന്ന് പറിക്കാം. ഇതിൻ്റെ കിളുന്നില നമുക്ക് പറിച്ചെടുക്കാം. നമുക്കിനി ഇത് ഒന്ന് പറിച്ചെടുക്കാം. ഇഷ്ടംപോലെ ഇവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ കിളുന്നില വേണം നമ്മൾ ഞുള്ളി എടുക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെ എടുക്കണം. പറിച്ചിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, രണ്ട് ഇലയൊക്കെ മതി. അത് നല്ലതായിട്ട് നമുക്കിനി ഒന്ന് കയ്യിലിട്ട് ഞെടിയിട്ട് അതിൻ്റെ നീരെടുക്കാം. നമുക്കിനി ഇത് ഇങ്ങനെ കയ്യിലിട്ട് നല്ലതായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. നല്ലതായിട്ട് തിരുമ്മി ഇതാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുഞ്ഞിൻ്റെ കാലയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കാലിൻ്റെ പെരുവിരലിലാണ് നമ്മൾ ഒഴിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നീര്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് മാറും. അടുത്ത കാലെടുത്ത് വെച്ച് ഇങ്ങനെ ഇഷ്ടംപോലെ നീരുണ്ട്. ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക. അടുത്ത കാലം ഒന്നുകൂടെ വെച്ചേ. അപ്പോൾ അതാണ്ട് കുഞ്ഞിൻ്റെ കാലേ ഞാനത് 2 തള്ളവിരലേലും പിന്നെ ഞാനത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നീരിറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് പിന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഇതൊക്കെ അങ്ങ് മാറും. എപ്പോഴും ഇതുപോലെ മൈഗ്രെയിൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത്, ഇടയ്ക്കിടയ്ക്ക് അജുവിന് മൈഗ്രെയിൻ വരാറുണ്ട്. വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു. കുട്ടിക്ക് ഒട്ടും വയ്യ. കുട്ടിക്ക് തലവേദന ഇന്നലെ മുതൽ മൈഗ്രെയിൻ ഉള്ളതുകൊണ്ട് നമ്മൾ പോയിട്ട് അതിനൊരു മരുന്ന് പറിച്ചു കൊണ്ടുവന്ന് ഒന്ന് ചെയ്യാം. അപ്പം നമ്മൾ പറിക്കാൻ വന്നത് ഇതാണ്. ഇതിൻ്റെ പേര് പെരുവിലം എന്നൊക്കെ നമ്മൾ പറയും. പെരുവിലം, പിന്നെ പെരുവിലമെന്നും പെരുമലം എന്നൊക്കെ പറയും. നമ്മൾ പെട്ടെന്ന് ഇവിടെയൊക്കെ പെരുമലം എന്നൊക്കെ പറയും, പെരുവിലം എന്ന് പറയും, വേറെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് എല്ലാവരും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഇതിൻ്റെ സൈസ് വെള്ള പൂവാണ് ഉണ്ടാവുന്നതേ. ഇതൊന്ന് പറിക്കാം. ഇതിൻ്റെ കിളുന്നില നമുക്ക് പറിച്ചെടുക്കാം. നമുക്കിനി ഇത് ഒന്ന് പറിച്ചെടുക്കാം. ഇഷ്ടംപോലെ ഇവിടെ നിൽപ്പുണ്ട്. ഇതിൻ്റെ കിളുന്നില വേണം നമ്മൾ ഞുള്ളി എടുക്കാനായിട്ട്. കണ്ടോ, ഇങ്ങനെ എടുക്കണം. പറിച്ചിട്ടുണ്ട്. ഇത്രയൊന്നും വേണ്ട, രണ്ട് ഇലയൊക്കെ മതി. അത് നല്ലതായിട്ട് നമുക്കിനി ഒന്ന് കയ്യിലിട്ട് ഞെടിയിട്ട് അതിൻ്റെ നീരെടുക്കാം. നമുക്കിനി ഇത് ഇങ്ങനെ കയ്യിലിട്ട് നല്ലതായിട്ടൊന്ന് തിരുമ്മിയെടുക്കാം. നല്ലതായിട്ട് തിരുമ്മി ഇതാക്കിയിട്ടുണ്ട്. നമുക്കിനി ഇതൊന്ന് കുഞ്ഞിൻ്റെ കാലയിലോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഇങ്ങനെ കാലിൻ്റെ പെരുവിരലിലാണ് നമ്മൾ ഒഴിക്കേണ്ടതുണ്ട്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം നീര്. ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുമ്പോൾ അതങ്ങ് മാറും. അടുത്ത കാലെടുത്ത് വെച്ച് ഇങ്ങനെ ഇഷ്ടംപോലെ നീരുണ്ട്. ഇങ്ങനെ ഇറ്റിച്ച് കൊടുക്കുക. അടുത്ത കാലം ഒന്നുകൂടെ വെച്ചേ. അപ്പോൾ അതാണ്ട് കുഞ്ഞിൻ്റെ കാലേ ഞാനത് 2 തള്ളവിരലേലും പിന്നെ ഞാനത് ഇട്ടിട്ടുണ്ട്. അതിൻ്റെ നീരിറ്റിച്ചിട്ടുണ്ട്. അപ്പോൾ അവന് പിന്നെ ഇച്ചിരി കഴിയുമ്പോഴത്തേന് അതിൻ്റെ ഇതൊക്കെ അങ്ങ് മാറും. എപ്പോഴും ഇതുപോലെ മൈഗ്രെയിൻ വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ടുന്നത്, ഇടയ്ക്കിടയ്ക്ക് അജുവിന് മൈഗ്രെയിൻ വരാറുണ്ട്. വരുന്ന സമയത്തൊക്കെ നമ്മൾ ഇങ്ങനെ ചെയ്യാറുണ്ട്. ഇത് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ. താങ്ക് യു. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ അജുമോന് ഉണ്ണിയപ്പം പപ്പടമൊക്കെ കൊടുത്തിട്ട് വരുമ്പോഴത്തേക്ക് ഒരിച്ചിരി ചക്ക വേവിച്ചത് വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പോയിട്ട് 2 ചക്ക പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഒത്തിരി നാളായി ചക്ക വേവിച്ച്. ചക്ക മുഴുവൻ പഴുത്തളിഞ്ഞ് പൊയ്ക്കൊണ്ടിരിക്കുക. എനിക്കാണെങ്കിൽ താഴെ കുഴി ഇറങ്ങി പോകാനും വയ്യ. അതുകൊണ്ട് ഞാൻ പറിക്കത്തില്ല. താഴോട്ട് എന്തായാലും അപ്പോൾ 2 സൈഡിൽ കൂടെ പോയാലും അപ്പുറത്തെ സൈഡിൽ കൂടെയും താഴോട്ട് ഇറങ്ങിയിട്ട് പറിക്കണം, ഇപ്പുറത്തെ സൈഡിൽ കൂടെയും താഴോട്ട് ഇറങ്ങിപ്പോയി പറിക്കണം. അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് എനിക്ക് എടുത്തുകൊണ്ട് വരാൻ പാടാം. അജുവിനോട് പറയാമെങ്കിൽ അജു കൊണ്ടുവരും. അപ്പം അജുമോൻ പറഞ്ഞു അവന്
ഇച്ചിരി ചക്ക, ചൂട് ചക്ക കഴിക്കണമെന്നൊരാഗ്രഹം. അപ്പം അച്ചാച്ചനോട് ഞാൻ ചോദിച്ചു ചക്ക വേണമെന്ന് ഇന്നലെ. നേരം പറഞ്ഞു വേവിച്ച് കിട്ടിയാൽ ഇച്ചിരി കഴിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ഇന്ന് ഇച്ചിരി ചക്ക വേവിച്ച് ഉണ്ടാക്കാൻ പോവാന്ന്. ചക്ക ഇവിടെ ഇരിക്കുന്നു. ഞാൻ അരച്ചെടുക്കാമെന്ന് വിചാരിക്കും. അരകല്ലിലോട്ടെ അരച്ചിങ്ങെടുക്കാമെന്ന് വിചാരിക്കും. അതിന് ഞാനാണെങ്കിൽ പിന്നെ കാന്താരി പറിച്ചുകൊണ്ട് വെച്ചു. പിന്നെ കുറച്ച് വെളുത്തുള്ളി എടുത്ത് വെച്ച് ഇനി അതിൻ്റെ തോലെല്ലാം ഒന്ന് പൊളിച്ച് കളയണം. എന്നിട്ട് പിന്നെ ഇച്ചിരി ജീരകം, ഒരു ശകലം മഞ്ഞൾപ്പൊടി, പിന്നെ പിന്നെ 2-3 കതിർപ്പ് പിന്നെ കറിവേപ്പിലയും കൂടെ അങ്ങോട്ട് ചേർത്ത് ആവശ്യത്തിനുള്ള തേങ്ങ എത്ര ചേർത്താലും ചക്കയ്ക്ക് നല്ലതാണ്. എല്ലാം കൂടെ ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് അരച്ചിട്ട് തേങ്ങ ഒന്ന് ഒതുക്കി എടുക്കണം. എടുത്ത് കൊണ്ടുവന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്ക് ചക്ക വെട്ടി പറിച്ച് കൊണ്ടുവന്ന് കഴിയുമ്പോഴേ പെട്ടെന്ന് അങ്ങ് ഉണ്ടാക്കാവുന്നതേ ഉള്ളൂ. ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി കൊണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുന്നേ ഉള്ളൂ. എല്ലാ അജുമോനും കൊടുത്തു വിട്ട് കുഞ്ഞ് കൊണ്ടുപോയിട്ടുണ്ട്. അപ്പം പിന്നെ ഉണ്ണിയപ്പമായിട്ട് പോയി തിരിച്ച് വരുമ്പോഴത്തേക്ക് അജുമോന് നല്ല ചൂട്. എനിക്കാണെങ്കിലും ഒത്തിരി നാളായി ഇച്ചിരി ചക്ക തിന്നിട്ട്. അങ്ങനെ എനിക്ക് അച്ചാച്ചനാണ് നേരത്തെ ഇവിടെ എല്ലാം വെട്ടി പറക്കിയൊക്കെ തരുന്നത് കേട്ടോ. ഇച്ചിരി ജീരകം കൂടെ ഒക്കെ എടുത്ത് വെച്ച് ഞാൻ കൊണ്ടുവന്ന് അരച്ച് എല്ലാം കൊണ്ടുവന്ന് റെഡിയാക്കി ഇവിടെ കൊണ്ടുവന്ന് വെക്കട്ടെ. പിന്നെ സമാധാനമായിട്ടിരുന്ന് ചക്ക വെട്ടി പറക്കിയെടുത്ത് കുഞ്ഞ് വരുമ്പോഴത്തേനും ഉണ്ടാക്കി കൊടുക്കാമല്ലോ. അപ്പോൾ നമ്മൾ ചക്കയെല്ലാം ചെത്തി വെട്ടിയിട്ട് കൊണ്ടുവന്ന് ഇവിടെ വെച്ചിട്ടുണ്ട്. തന്നെയെല്ലാം പൊളിച്ച് പറക്കിയെടുത്ത് അരിഞ്ഞ് നമുക്കിച്ചിരി പിന്നെ ചക്ക ഉണ്ടാക്കി, ചക്ക വേവിച്ചതെന്ന് നമ്മളിവിടെ പറയുന്ന ചക്ക വേവിച്ചത് ഉണ്ടാക്കി എടുക്കാം. അപ്പം നമ്മുടെ ചക്കയെല്ലാം ഞാൻ പൊളിച്ച് പറക്കിയെടുത്ത് ഇവിടെ വെച്ചു. അപ്പോൾ ഇനി ഇതെല്ലാം ഒന്ന് അരിഞ്ഞ് പറക്കിയെടുക്കാം. ചക്ക അരിയുന്നതിൻ്റെ കൂടെ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് കുറച്ച് ചക്ക വറക്കാനും കൂടെ എടുക്കാമെന്ന് വിചാരിച്ച്. കുറച്ച് അജുവിനും അച്ചാച്ചനും ഒക്കെ ഭയങ്കര ഇഷ്ടം, എനിക്കും ഇഷ്ടം കേട്ടോ. എന്ന് ഇവിടെ ചക്ക വേവിച്ചാലും നമ്മളൊരിച്ചിരി എടുത്ത് വറക്കും. അതിൻ്റെ നല്ലതൊക്കെ നോക്കിയിട്ട് കട്ടി കുറഞ്ഞൊക്കെ നോക്കിയിട്ട് നമ്മൾ എടുക്കും. ഇത് കുഴപ്പമില്ല. അപ്പോൾ എടുത്തിട്ട് ഇച്ചിരി വറക്കാമെന്ന് വിചാരിച്ചു. വെറുതെ ഒരു ചായ കുടിക്കുമ്പോൾ ഒന്ന് കടിക്കാൻ. അജുമോനൊക്കെ ആണെങ്കിൽ വലിയ ഇഷ്ടം. അവൻ അങ്ങനെ ചോറൊക്കെ അങ്ങനെ കൂടുതൽ കഴിക്കുന്നില്ലല്ലോ. ഇച്ചിരി ഒരു പിടി ചോറൊക്കെ എപ്പോഴെങ്കിലും ഒന്ന് കഴിക്കുകയായിരുന്നു. അപ്പോൾ ഇതും ഒന്ന് ഇതിൻ്റെ കൂടെ തന്നെ ഇതും കൂടെ ഒന്ന് എടുത്ത് ഉപ്പേരിക്കുള്ളതും കൂടെ, നമ്മൾ ചക്ക ഉപ്പേരി നമ്മൾ പറയുന്നത്, എടുത്തൊന്ന് അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ ചക്ക വേവിച്ച് കഴിഞ്ഞിട്ട് ഒരു 10 മിനിറ്റത്തെ കാര്യമല്ലേ ഉള്ളൂ ഒന്ന് വറുത്തെടുക്കാൻ. ഇപ്പം ഞാൻ വേണ്ടേ പിന്നെ ചക്ക ഉപ്പേരിക്കുള്ളത് അരിഞ്ഞിവിടെ വെച്ചു. എന്നിട്ട് ബാക്കിയുള്ളത് എടുത്ത് എല്ലാം അരിഞ്ഞു വാരി കുക്കറിലോട്ട് വെച്ച് അരപ്പും ഇട്ട് അവിടെ വെച്ച് ഉപ്പും ചേർത്ത്. മഞ്ഞൾ അരയ്ക്കുമല്ലാത്തത് കൊണ്ട് മഞ്ഞൾപ്പൊടി അതിൻ്റെ പുറത്ത് ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. ഉപ്പും വെള്ളവും എല്ലാം ചേർത്ത് അരപ്പുമൊക്കെ ചേർത്ത് ഇങ്ങനെ വെച്ചേക്കുക. ഇനി നമുക്കിതൊന്ന് വേവിച്ചിങ്ങെടുക്കാം. ചക്കക്കുരുവെല്ലാം പാട ഞൊട്ടി എടുക്കാം. ഇങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ പിന്നെ അച്ചാച്ചനൊരു പണിയാവും. അച്ചാച്ചൻ ഇതെടുത്ത് ഞങ്ങൾ എല്ലാം ഇങ്ങനെ വെച്ച് കഴിഞ്ഞാലേ അച്ചാച്ചനെടുത്ത് നല്ല അടിപൊളിയായിട്ട് ഇതെല്ലാം തൊലി കളഞ്ഞ് നല്ല പൊളിച്ച് നല്ല വൃത്തിയാക്കി ഇവിടെ എടുത്ത് വെച്ചേക്കും. നമുക്ക് എന്നിട്ടത് ഫ്രിഡ്ജിനകത്ത് കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ ആവശ്യത്തിന് നമുക്ക് എടുത്ത് നല്ല സൂപ്പർ മെഴുക്ക് വരട്ടിയും തോരനും ഒക്കെ വെക്കാം. എനിക്ക് ചക്കക്കുരു മെഴുക്ക് വരട്ടിയും ചക്കക്കുരു തോരനൊക്കെ വലിയ ഇഷ്ടമാണ്. അജുവിന് പണ്ട് ഇഷ്ടമായിരുന്നു, ഇപ്പോൾ അജുവിന് ഇഷ്ടമല്ല. ഇപ്പോൾ അജു അങ്ങനെ കൂടുതലായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തിന്നത്തില്ല. പിന്നെ ആകെ ഇവിടെ ഒരു പ്രാവശ്യം 2 പ്രാവശ്യം കൊണ്ട് ചക്ക വേവിച്ചിട്ടുള്ളൂ കേട്ടോ. ചക്ക കണ്ട് അങ്ങ് മടുക്കുക. കണ്ട് തിന്നാൻ തോന്നത്തില്ല. അപ്പോൾ ചിലപ്പോഴൊക്കെ നമുക്ക് ഒരു തോന്നൽ വരും ഇച്ചിരി ചക്ക വേവിച്ചാലോ എന്ന്. ഇന്നലെ മുതൽ 2 ദിവസമായിട്ട് എനിക്ക് തോന്നുന്നു ഇച്ചിരി ചക്ക വേവിക്കണം. പക്ഷേ നമുക്ക് ഈ പിന്നെ നമ്മൾ ഉണ്ണിയപ്പ പരിപാടി ഉള്ളത് കൊണ്ട് നമുക്ക് സമയം കിട്ടാറില്ല എനിക്ക്. അതുകൊണ്ടാണ് ഞാൻ തന്നെ ചെയ്യണമല്ലോ, നമുക്കിവിടെ വേറെ ആരുമില്ല. അപ്പം അതൊക്കെ കഴിഞ്ഞ് വരും. പെട്ടെന്ന് ഒക്കെ ആവതുള്ളവർക്കാണെങ്കിൽ പടപടാന്ന്, എനിക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ പതുക്കെ എല്ലാം ചെയ്ത് തീർക്കുന്നത്. അതുകൊണ്ട് ഞാൻ പിന്നെ മിറ്റം തൂപ്പും പിന്നെ തുണി കഴുകിയിടയിലും കഴിയുമ്പോഴത്തേന് ഞാനൊരു പരിഭവവും. പിന്നെ എന്നെയും കൊണ്ട് ഒന്നും പറ്റത്തില്ല. അപ്പം ചിലപ്പോൾ പാത്രം കഴുകുന്നത് താമസിക്കും, അവിടെ കിടക്കും. അപ്പോൾ പാത്രം കഴിഞ്ഞ് ബാക്കി പണി പെരയ്ക്കകത്ത് കഴിഞ്ഞാൽ ചിലപ്പം മിറ്റം തൂപ്പ് നടക്കത്തില്ല. അതുകൊണ്ട് മിറ്റം ആദ്യമേ എങ്ങനെയെങ്കിലുമൊക്കെ വരച്ചങ്ങിടും.
അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം വേണ്ട ഇതെല്ലാം ഒന്ന് നമുക്ക് ഇതുപോലെ ഞൊട്ടിയെടുക്കാം. അതുപോലെ വേണ്ട ഇത് ചക്കക്കൂഞ്ഞ് എന്നാണ് നമ്മൾ പറയുന്നത്, ചക്കക്കൂഞ്ഞ്. ഈ ചക്കക്കൂഞ്ഞ് വെച്ച് പിന്നെ ഇറച്ചിക്കൂഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ ഉണ്ടാക്കും. ഇതിങ്ങനെ ചെറിയ കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുത്തിട്ട് അതിനകത്ത് ആവശ്യത്തിനുള്ള തേങ്ങാക്കൊത്തും ചെറിയുള്ളിയൊക്കെ ചേർത്ത് നല്ലതായിട്ട് വഴട്ടിയെടുത്തിട്ട് പിന്നെ അതിൽ ചക്കക്കുരുവും ചേർക്കും. ഒരു 10 ചക്കക്കുരുവൊക്കെ ചേർത്ത് അത് ചെറിയ കഷ്ണങ്ങളായിട്ട് വട്ടത്തിലിങ്ങനെ 4ആയിട്ട് കീറിയിട്ട് റൗണ്ടിലിങ്ങനെ മുറിച്ച് എടുക്കും. ചതുരം പോലെ മുറിച്ച് എടുക്കും. അതും ചേർത്ത് ഒരു 10 അതും കൂടെ ചേർത്ത് നമ്മൾ ഇതിങ്ങനെ ഉണ്ടാക്കും. അതിനകത്ത് നമ്മൾ ഇറച്ചി മസാലകളൊക്കെ ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോൾ ആ ഇറച്ചിയുടെ ആ ഒരു ടേസ്റ്റ് ആയിരിക്കും ഇതിന് കിട്ടുന്നത് കേട്ടോ. അപ്പം ഞാനിനി ഇതെല്ലാം ഒന്ന് ഇതാക്കി എടുക്കട്ടെ. അപ്പം ഞാനിതെല്ലാം പറക്കിയെടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇത് കണ്ടോ നമ്മുടെ പിച്ചാത്തി, ഇതാണ് നമ്മുടെ പിച്ചാത്തി. ഇവിടെ പിച്ചാത്തി എന്നാണ് പറയുന്നത് കേട്ടോ. പിച്ചാത്തി എന്ന് പറയുന്നത് അങ്ങോട്ട് തേച്ച് കഴിഞ്ഞാൽ ഇതെന്തോത്തിലെങ്കിലും ഇട്ട് വെട്ടുകയൊക്കെ ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഇതിൻ്റെ വാത്തല ഇങ്ങനെ പോകുന്നത്. അങ്ങോട്ട് തേച്ച് കഴിയുമ്പോഴത്തേക്ക് തൊടുന്നതിന് മുമ്പേ നമ്മുടെ വിരലും കൂടെ മുറിഞ്ഞു പോവും, അത്രയ്ക്ക് മൂർച്ചയാണ് കേട്ടോ. അങ്ങനെ ഇത് അച്ചാച്ചനെ കൊല്ലൻ്റെ അവിടെ പോയിട്ട് പണിയിപ്പിച്ച് കൊണ്ടുവന്നു. ഇത് നമ്മുടെ വെട്ടിരുമ്പുമെല്ലാം അങ്ങനെ അത് ചെറുതായിട്ട് തേഞ്ഞ് തുടങ്ങി എന്നറിയുമ്പോഴത്തേക്ക് പോയിട്ട് മേടിച്ചുകൊണ്ട് വരും. ഇതിപ്പം മേടിച്ചിട്ട് ഞങ്ങൾ വന്ന ഉടനെ തന്നെ പോയിട്ട് മേടിച്ചതാണ്. ആ സമയത്ത് നമ്മുടെ മറ്റേ പിച്ചാത്തിക്ക് അത് ചെറുതായിരുന്നു, കുറച്ചങ്ങ് ചെറുതായി. ഇതിനേക്കാളിലൊക്കെ ഭയങ്കര വീതിയൊക്കെ ആയിരുന്നു. അതിപ്പം ഇത്രയായി. ഇപ്പം ഈ സമയമാകുമ്പോഴത്തേന് അച്ചാച്ചൻ അടുത്തത് പണിയിപ്പിക്കും. ഇപ്പം അജിമോനാണ് പോകുന്നത് കേട്ടോ. അവിടെ ഇതിനൊക്കെ വാത്തെല്ലാം നിരത്താനൊക്കെ ആയിട്ട് അജിമോൻ പോവും. കഴിഞ്ഞ വർഷം അജിമോൻ പോയായിരുന്നു വാത്തലയൊക്കെ നിരത്താൻ. അപ്പോൾ അങ്ങനെ എല്ലാം കൊണ്ടുപോയിട്ട് വാത്തല നിരത്തി കൊണ്ടുവരും. അവൻ വെട്ടുന്ന കത്തി മുതൽ ടാപ്പ് ചെയ്യുന്ന കത്തി ഉണ്ടല്ലോ, റബ്ബർ ടാപ്പ് ചെയ്യുന്ന കത്തി, പിന്നെ ഇതുപോലുള്ള നമ്മുടെ പിച്ചാത്തി, പിന്നെ അതുപോലെ നമ്മുടെ വെട്ടിരുമ്പ്, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ. നിങ്ങളൊക്കെ പിച്ചാത്തി എന്നാണോ പറയുന്നത്? പിന്നെ കത്തി എന്ന് പറയാറുണ്ട് ചിലർ. നമ്മളെ ഇവിടെ കത്തി എന്ന് പറയുന്നത് നമ്മൾ റബ്ബർ ടാപ്പ് ചെയ്യുന്ന അതിനാണ് നമ്മൾ കത്തി എന്ന് പറയുന്നത്. ഇതിന് നമ്മൾ പിച്ചാത്തി എന്നാണ് പറയുന്നത്. പിന്നെ വെട്ടിരുമ്പെന്നും പറയും, കത്തുവാളെന്നും പറയും കേട്ടോ. അങ്ങനെയും പറയും. ചിലർ കത്താളെന്ന് പറയും, ചിലർ കത്തുവാളെന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. വെട്ടിരുമ്പെന്ന് പറയും, അങ്ങനെയൊക്കെ പറയും. അപ്പം ഞാനാണ് അജിമോനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ ഇരിക്കുക. ബാക്കി സാധനങ്ങളൊക്കെ അവിടെ ഇരിപ്പുണ്ട്. നാളെ ഇപ്പം രാത്രിയായില്ലേ, മഴയൊക്കെ പെയ്തു. അതുകൊണ്ട് ഞാൻ ഇതിവിടെ തന്നെ വെച്ചേക്കുക. പിന്നെ അതിൻ്റെ ആ കൂഞ്ഞ് ഞാൻ എടുക്കും കേട്ടോ. കൂഞ്ഞെടുത്ത് നോക്കും കൊള്ളാവോ എന്ന്. എന്നിട്ട് അത് ഞാൻ ഉണ്ടാക്കും. അത് തിന്നുന്ന ഞാൻ മാത്രമായിരിക്കും. പണ്ടൊക്കെ അച്ചാച്ചനൊക്കെ തിന്നുമായിരുന്നു. ഇപ്പോൾ അച്ചാച്ചനൊന്നും തിന്നത്തില്ല. അത് നമ്മൾ ഇറച്ചിക്കൂഞ്ഞ് ഇറച്ചി പോലെ നമ്മളെ ഇറച്ചി തോത്തി വേവിക്കുന്ന പോലെ, അതുപോലെ നമ്മൾ പറയത്തില്ലേ വരട്ടിയെടുക്കുമെന്ന്, അതുപോലെ വെള്ളമൊന്നുമില്ലാതെ ആക്കിയിട്ട് കഴിക്കുക ചെയ്യുന്നത്. അപ്പോൾ അതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നമ്മൾ ഇറച്ചി തിന്നുന്ന പോലെ തന്നെയുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. അങ്ങനെ ഒന്ന് ഉണ്ടാക്കണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുമോ. അമ്മച്ചിക്കുമൊക്കെ വലിയ ഇഷ്ടമായിരുന്നു, എനിക്കും ഇഷ്ടമാണ്. അച്ചാച്ചൻ പണ്ടൊക്കെ തിന്നുമായിരുന്നു, ഇപ്പോഴേ അച്ചാച്ചനതൊന്നും ഇഷ്ടമില്ല. ഇതിൻ്റെ കൂടെ ഒരു ഉണക്കമീൻ വറുത്തതും കൂടെ നല്ല രസമാണ് കേട്ടോ. ഞാൻ അജുവിനെ നോക്കി പ്രതീക്ഷിച്ചിരിക്കുക. പിന്നെ ഇപ്പം നമ്മുടെ ചക്ക 2 വിസിലടിച്ചു, മതി. അപ്പോൾ ഇനി അതൊന്ന് ഓഫാക്കിയിട്ട് നമുക്കതൊന്ന് ഇളക്കിയെടുക്കണം. വെട്ടക്കുറവുണ്ട്. നിങ്ങളുടെ ലേഹക്കൊച്ച് കണ്ട് ഇവിടെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ലേഹക്കൊച്ച് ഇവിടെ ഇങ്ങനെ ഇരിക്കുക. അജിമോനെ പ്രതീക്ഷിച്ച് ഇങ്ങനെ കാത്തിരിക്കുമോ നമ്മൾ പറയത്തില്ലയോ, അങ്ങനെ കാത്തിരിക്കുമോ. വന്നു കഴിഞ്ഞിട്ട് ആ ചക്കയൊന്ന് കൊടുക്കാൻ അച്ചാച്ചന് കൊടുക്കണം. മീൻകറി ഇരിപ്പുണ്ട്, മീൻകറിയും കൂട്ടിയിട്ട് കഴിക്കാം. കുറച്ച് മീൻകറി ഇരിപ്പുള്ളൂ കേട്ടോ. പിന്നെ അജിമോന് മീൻ മേടിച്ചുകൊണ്ട് വരാമെന്ന് പറഞ്ഞായിരുന്നു എന്നോട്. കൊണ്ടുവരുമോയെന്ന് എനിക്കറിയത്തില്ല. കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഞാനത് കറി വെക്കും. ഇനി ഏത് പാതിരാത്രിയാണെങ്കിലും വെക്കും. വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെച്ച് കൊടുക്കും. അജുവിന് പിന്നെ വറക്കുന്നതാണ് ഇഷ്ടം. പക്ഷേ ഇത് ചക്കയുടെ കൂടെ മീൻകറി കുറച്ചുണ്ട്,
ചക്കയും മീൻകറിയും പിന്നെ പക്ഷേ കഷ്ണങ്ങൾ കുറവാന്ന് തോന്നുന്നുണ്ട് കേട്ടോ. ചക്കയും മീൻകറിയും ഭയങ്കര കോമ്പിനേഷൻ അല്ലയോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാൻ, എപ്പോഴെങ്കിലും കേട്ടോ. എന്നും ഒന്നും വേണ്ട, എപ്പോഴെങ്കിലും. ഇപ്പോൾ ഇത് എപ്പോഴും അങ്ങ് ചക്കയെല്ലാം അളിഞ്ഞു പൊളിഞ്ഞ് എല്ലാം നമ്മുടെ പ്ലാവിൻ്റെ ചോട്ടിലെല്ലാം ചക്കയും ചക്കക്കുരുവും പന്നി അതേ കൂടെ കിടന്ന് നിരങ്ങി അങ്ങിട്ടേക്ക് പോയുണ്ട്. നമുക്ക് അതൊക്കെ കണ്ട് കണ്ട് തിന്നണമെന്ന് തോന്നത്തേ ഇല്ലേ. ചക്കപ്പഴം ഒന്നും പണ്ടൊക്കെ അങ്ങനെയല്ല, ചക്കപ്പഴമൊക്കെ തിന്നാനൊരു ഇൻട്രസ്റ്റ്. ഇപ്പോൾ അതൊന്നുമില്ല, ചക്കപ്പഴം ഒന്നും തിന്നണമെന്നൊന്നും തോന്നത്തേ ഇല്ല. ഈ മൈഗ്രെയിൻ നമ്മൾ പണ്ട് കാലത്തൊക്കെ ഈ കൊടിഞ്ഞി എന്നൊക്കെ പറയും. തലവേദന, സഹിക്കാൻ വയ്യാത്ത തലവേദന, പിന്നെ തലവേദന വന്നിട്ട് ഛർദി വരും. അജുമോൻ അങ്ങനെ തലവേദന വന്നിട്ട് ഛർദിൽ വരും. അപ്പം തന്നെ അജുമോൻ പോയിട്ട് പിന്നെ ചായ ഒന്നും കൊടുത്താൽ അവൻ കുടിക്കത്തില്ല. അപ്പം തന്നെ പോയിട്ട് അജുമോൻ അങ്ങ് ഛർദിച്ച് കഴിയുമ്പോഴത്തേന് അജുമോൻ്റെ ആ പ്രശ്നം അങ്ങ് മാറും. പിന്നെ എന്നിട്ട് കിടന്ന ഒറ്റ ഉറക്കം, ആ തലവേദന കൊണ്ട് പൊളഞ്ഞിട്ട് കിടന്ന ഒരൊറ്റ ഉറക്കം. അത് കഴിയുമ്പോൾ ചിലപ്പോൾ ഇടയ്ക്ക് ഛർദിൽ വന്നു കഴിഞ്ഞാൽ ഓടിപ്പോയിട്ട് ഒരൊറ്റ ഛർദി. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചായയൊക്കെ നിർബന്ധിച്ച് എന്തെങ്കിലും കഴിപ്പിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അജുമോൻ പോയിട്ട് ഛർദിക്കും. അങ്ങനെ പതിവ്. പിന്നെ ഇപ്പോൾ ഒത്തിരി നാളായിരുന്നു ഛർദിൽ വന്ന്. ഈ ഛർദിലല്ല, ഈ ഒരു മൈഗ്രെയിൻ വന്നിട്ട് എന്തോ ഒരു വിഷമം മനസ്സിലുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു പ്രശ്നം, മനസ്സിൽ വിഷമമൊക്കെ വന്നു കഴിയുമ്പം പെട്ടെന്ന് അങ്ങനെ ഒരു ഇത് വരും. അവൻ സാധാരണ വിഷമമൊന്നും വന്നു കഴിഞ്ഞാൽ നമ്മളോട് പറയത്തില്ലല്ലോ, അങ്ങനത്തെ ഒരു കുഞ്ഞാണ്. വിഷമം പറയത്തില്ല. വിഷമവും സങ്കടമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് ഇങ്ങനെ മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങത് നടക്കും. ഞാനന്നേ കരഞ്ഞും പറഞ്ഞുമൊക്കെ അങ്ങ് തീർക്കുകയോ ചെയ്യുന്നത്. അങ്ങനെ വേണം. അതിന് പകരം അത് മനസ്സിൽ വെച്ചിട്ടിങ്ങനെ കൊണ്ട് നടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു വിഷമം അത് ഇങ്ങനെ പിന്നെ അത് മൈഗ്രെയിൻ, ആ ഒരു തലവേദന വന്ന് പിന്നെ അതൊരു പനി അങ്ങനെയൊക്കെ അങ്ങ് വരും. അങ്ങനെ ഇന്നത്തെ ദിവസം രാവിലെ എണീറ്റപ്പോഴേ കുഞ്ഞ് വയ്യായിരുന്നു. ഇങ്ങനെ കണ്ണൊക്കെ ഇങ്ങനെ ആയി അങ്ങ് നിൽക്കുമായിരുന്നു. അങ്ങനെ അവന് പിന്നെ ഞാൻ പറഞ്ഞായിരുന്നു, പെരുവിലം പിന്നെ എന്ന് പറയുന്ന ഒരു പിന്നെ ചെടിയുണ്ട്. അത് പറിച്ചിട്ട് അതിൻ്റെ ആ കിളുന്നില പറിച്ച് കയ്യിൽ വെച്ച് നല്ലതായിട്ട് പിന്നെ ഞെരടി എടുത്തിട്ട് ഇങ്ങനെ രണ്ട് കയ്യിലും കൂടെ കുത്തി പിടിച്ച് നല്ലപോലെ തിരുമ്മി അത് ഇങ്ങനെ നല്ല കശക്കുമോ എന്നും തിരുമുമോ എന്നൊക്കെ പറയും നമ്മൾ. അങ്ങനെ അതാക്കിയിട്ട് അതിൻ്റെ അത് ഇതായി വരുമ്പോഴത്തേനും ആ ഇല എന്നുള്ള ആ ചാറ്, അതിൻ്റെ ആ നീരെടുത്തിട്ട് നമ്മുടെ രണ്ട് കാലിൻ്റെ പെരുവിരൽ, അതല്ലെങ്കിൽ പെരുവിരൽ നമ്മൾ പറയും. പിന്നെ അല്ലെങ്കിൽ നമ്മൾ തള്ളവിരലെന്ന് പറയും, പെരുവിരലെന്ന് പറയും. പെരുവിരലിന് നഖത്തേൽ കൂടി ഇങ്ങനെ അത് അങ്ങനെ ഇറ്റിച്ച് കൊടുക്കണം. അങ്ങനെ ഇറ്റിച്ച് കൊടുക്കുമ്പോൾ രണ്ട് കാലിൻ്റെ അങ്ങനെ ഇറ്റിച്ച് കൊടുത്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് ആ തലവേദന പെട്ടെന്ന് തന്നെ, ഒരു 5 മിനിറ്റ് പോലും എടുക്കത്തില്ല, പെട്ടെന്ന് തന്നെ അതങ്ങ് ശമിക്കും. അതുപോലെ ഇടയ്ക്ക് അത് അങ്ങനെ പൂർണ്ണമായിട്ട് പിന്നെ അതിങ്ങനെ ഇടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കുമ്പോഴത്തേനും അത് പജുവിന് ഒത്തിരി നാൾ കൊണ്ടില്ലായിരുന്നു. അപ്പോൾ ഇന്ന് തലവേദനയായിട്ട് വിക്സും തേച്ചുകൊണ്ട് കിടന്നു. അപ്പം ഞാൻ പോയിട്ട് കുഞ്ഞിനെ കൊണ്ടുവന്ന് ആ ഇത് പറിച്ചുകൊണ്ട് വന്നിട്ട് അത് കുഞ്ഞിൻ്റെ പിന്നെ കാലിൻ്റെ നഖത്തെ, രണ്ട് കാലിൻ്റെ തള്ളവിരലിൻ്റെ നഖത്തേലോട്ട് ഉറ്റിച്ച് കൊടുത്ത് അങ്ങനെ പിന്നെ അങ്ങനെ ഉറ്റിച്ച് കൊടുക്കുമ്പോഴത്തേന് ആ തലവേദന ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് തലവേദനയൊക്കെ മാറിയിട്ട് പുള്ളിക്കാരൻ പപ്പടവുമായിട്ട് പോയി കഴിഞ്ഞു കേട്ടോ. ഇപ്പം പിന്നെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഉണ്ണിയപ്പം കൊണ്ട് പോയേക്കുമായിരുന്നു. ഇപ്പം വന്നിട്ടുണ്ട്, മേളിൽ വന്നു കഴിഞ്ഞിട്ട് മിസ് കോളല്ല കോൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നതെന്ന് നോക്കട്ടെ, അങ്ങോട്ട് കയറി ചെല്ലണം. ഇവിടോട്ട് നിന്ന് ലൈറ്റ് അടിച്ച് കൊടുക്കണം. അന്നേരം വരുന്നത് ഈ പന്നി ശല്യമൊക്കെ ഉള്ളത് കൊണ്ട്, ഈ പ്ലാവിൻ്റെ ചുട്ടിലൊക്കെ ചക്കയൊക്കെ കിടക്കുന്നത് കൊണ്ട് ഞാനിങ്ങനെ ലൈറ്റ് അടിച്ച് കൊടുക്കുമ്പോൾ കുഞ്ഞിങ്ങ് വരും. രാത്രിയിൽ നമ്മുടെ ചന്ദ്രൻ പ്രകാശവും പരത്തിക്കൊണ്ടിങ്ങനെ നിൽക്കുന്നു. അതിൻ്റെ അടുത്ത് നമ്മുടെ ഒരു കവുങ്ങ് കാണുന്നത്. കവുങ്ങ് കണ്ടോ, നല്ല വെട്ടമായിട്ട് ഇങ്ങനെ നിൽക്കുക. അതിൻ്റെ താഴ്വശത്തൊക്കെ ഭയങ്കര നല്ല സൂപ്പർ സീനറി. ഒരു നക്ഷത്രമാണെങ്കിൽ ഭയങ്കരമായിട്ട് മിന്നുന്നു അവിടെ നിന്നുകൊണ്ട്, ഭയങ്കര മിന്നൽ. പക്ഷെ ഇതിൽ കൂടെ കാണുന്നില്ല കേട്ടോ. ഓൻ ദാ വരുന്നു, ഓൻ വരുന്നു കണ്ടോ, ഓനെത്തി. ഓൻ ദാ പോന്നു.
പോകുന്നുണ്ട്. കച്ചവടത്തിന് പോയിട്ട് വരുന്ന കൊച്ചൻ. ഇത്രയും സമയമായി കൊച്ചിൻ വന്നു. കൊച്ചിൻ കച്ചവടത്തിന് പോയിട്ട് എന്ത് മക്കളെ കൈയിരിക്കുന്നത്? മത്സ്യമുണ്ടോ? ഓ, ചൂരയൊക്കെ മേടിച്ചുകൊണ്ടോ വന്നേക്കുന്നത്. മത്സ്യമൊക്കെ ഉണ്ട്. ഉണ്ണിയപ്പം ഉണ്ടാക്കിയ പാത്രം ഇവിടെ ഇരിക്കുന്നേ ഉള്ളൂ. കൊച്ചു വന്നിട്ട് കൊച്ചു മീൻ ഞാൻ പറയാറുണ്ട്, മീനൊക്കെ കൊണ്ടുവന്ന് കഴിഞ്ഞതുകൊണ്ട് ആ ചരുവത്തിലിടും. ഇല്ല, ചരുവത്തിലിടും മോനെ. കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അപ്പോഴേ എൻ്റെ കൊച്ചൻ അത് വറക്കും. നല്ല മീൻ നോക്കി എടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞു. എന്നോട് ചൂരയെന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് അയിലക്കൊഴുവായോ കൊണ്ടുവന്നേക്കുന്നത്. അയ്യോ പാപവാ കേട്ടോ. വേണ്ട മോനെ, നമുക്കിതൊക്കെ മതി. ഇത്രയും മീൻ വറക്കേണ്ട ആവശ്യമുണ്ടോ? 2 3 വറക്ക്, ബാക്കി കറി വെക്കാൻ എടുക്കാവല്ലേ. ഇത്രയും എന്തിനാ? ഓഹോ, വലിയത് നോക്കി എടുത്തിട്ട് സെലക്ട് ചെയ്യുകയാണ് പുള്ളി. വേണ്ട, ഇഞ്ചി മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്, തക്കാളി കൊണ്ടുവന്നിട്ടുണ്ട് കറി വെക്കാനായിട്ട്, പച്ചമുളകൊക്കെ ഇവിടെ ഉണ്ട്, ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ നമ്മുടെ മേളിൽ നമ്മുടെ ഷീജാക്ക ഇച്ചിരി പഴുത്തയൊക്കെയും കൊടുത്ത് വിട്ടിട്ടുണ്ട്, അതും കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ടിരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു ചക്ക. ഇവിടെ ഇരിക്കുന്നു ചക്ക. അപ്പം ഇവിടെ മീൻ ഓക്കെ ആയിക്കോട്ടെ. ഓക്കെ നമുക്ക് വേണ്ട ഞങ്ങൾക്ക് ഓരോന്ന് മതി. എന്താണെങ്കിലും എന്താ. എനിക്ക് ഉമ്മ വേണ്ട. മാറി. അയ്യോ, കത്രികയോ? വീഡിയോയിൽ കൂടെ ഒരു കാര്യം കാണിക്കട്ടെന്ന്. കത്രിക കണ്ടല്ലോ, വന്നപ്പോഴേ അത് റെഡിയാക്കുകയാണ് അജുമോൻ ചെയ്യുന്നത്. അപ്പം ഞാൻ ഈ ചക്കപ്പഴമൊക്കെ എടുത്ത് മാറ്റിട്ടെന്നാൽ അജുമോനെല്ലാം വെട്ടി റെഡിയാക്കി വറുത്തോ. ചക്ക ഞാനൊന്ന് ഇളക്കിയെടുക്കാം അപ്പോഴത്തേക്ക്. കണ്ടല്ലോ, വായും കൊണ്ടാണത് അത് വെട്ടുന്നത്. വായും കൊണ്ട് അത് വെട്ടുന്നതിനനുസരിച്ച് വായിക്ക് ചലനം വരും. തുറന്ന് വെക്കുമായിരുന്നെങ്കിൽ നമുക്കതിൽ ഒരു മീനെടുത്ത് വായിലോട്ടൊക്കെ വെച്ച് കൊടുക്കുമായിരുന്നു. നെത്തോലി എങ്ങാണ്ട് ഉണ്ടെങ്കിൽ ഒരെണ്ണം എടുത്ത്. ഇന്നലെ പറയാം മീനൊന്നുമില്ല അമ്മച്ചി, നെത്തോലി മാത്രം. എന്താ നെത്തോലി? ഓ, ഇന്നലെ ഞാൻ ചക്ക വേവിക്കണമെന്ന് വിചാരിച്ചപ്പം ഞാൻ പറഞ്ഞു മീൻ മേടിച്ച് നോക്കളെ. അന്നേരം എന്നോട് പറയാം അമ്മച്ചി നെത്തോലി മാത്രം. ഞാൻ നെത്തോലി കൂട്ടി എങ്ങനെയാ ചക്ക? ഞാൻ പറഞ്ഞ നെത്തോലി പീര വറ്റിച്ച് കഴിഞ്ഞാൽ അതും കൂട്ടിയിട്ട് നമുക്ക് കഴിക്കാൻ നല്ലതാണെന്ന് ഞാൻ പറഞ്ഞു. അടപ്പേ ഇരിക്കും. വേണ്ട, കണ്ടല്ലോ നമ്മുടെ പ്രിയങ്കരനായ അജിക്കുട്ടൻ മസാലകളെല്ലാം റെഡിയാക്കുന്നു. എൻ്റെ ദൈവം, കണ്ണിലൊന്നും തിറപ്പിക്കല്ല. എൻ്റെ കണ്ണിൽ ഇതുവരെ ഇതൊന്നും തിറച്ചിട്ടൊന്നുമില്ല. ഞാൻ നിങ്ങളാരും ഉദ്ദേശിക്കുന്ന പോലെയല്ല. പിന്നെ ഇതിൻ്റെ അടിയിൽ ഈ വെള്ളം വീഴുന്നിടത്ത് വൈറ്റ് സിമെൻറ്റ് മേടിക്കണമെന്ന് പറഞ്ഞിട്ട് കുറച്ച് നാളായി. അടുത്ത ദിവസം അത് കൊണ്ടുവന്ന് എല്ലാം റെഡിയാക്കിക്കണം കേട്ടോ. വെള്ളം കീഴിൽ കൂടെ എനിക്ക് വയ്യ, ഞങ്ങളൊന്ന് കഷ്ടപ്പെടാൻ. ചട്ടിയൊക്കെ വെക്കാം. ആ സൈഡിലോട്ട് വെക്കാം, സൈഡിലോട്ട്. അയ്യോ, അപ്പൊ ഇത്രയും ഒരെണ്ണത്തിനകത്ത് വെച്ച ബാക്കിക്ക് എന്ത് ചെയ്യേ? ആ സൈഡിലോട്ട് വെക്ക്. പിന്നെ മാറ്റി അതൊന്ന് ചൂടാവട്ടെ. തിളച്ച് എടുക്കാം. വേണ്ട, ചക്ക വെന്തു. അജുമോ മീൻ അടപ്പേ വെക്കാനായിട്ടുള്ള പരിപാടിയില്ല. ഞാൻ മീൻ അടപ്പയിലോട്ട് വെക്കാനില്ല, റെഡിയാക്കട്ടെ. മോനെ അതൊന്ന് എടുത്ത് മാറ്റിക്കേ മോനെ. ആ ഉപ്പ് ചട്ടി ഒന്ന് എടുത്ത് മാറ്റിക്കേ. അപ്പം ഞാൻ മീൻ കറി ഒന്ന് വാങ്ങി വെക്കട്ടെ. പിന്നെ ഞാനാണെങ്കിൽ പിന്നെ ബാക്കി ആ ഒരു എടുത്ത് വെച്ചിരുന്ന ആ ഒരു പിന്നെ ഉപ്പേരി വറുക്കാനായിട്ട് എടുത്ത് വെച്ച ചക്കയുണ്ടല്ലോ, അതും കൂടെ അങ്ങ് വറുത്തെടുക്കാം. ഈ ചീനിച്ചട്ടി എന്താ വെച്ചതെന്ന് ചോദിക്കും. ഇരുമ്പ് ചീനിച്ചട്ടിയുണ്ട്, അതിനകത്താകുമ്പോൾ ഒറ്റ പ്രാവശ്യം ഇടാനൊക്കത്തില്ല. പിന്നെ വേറെ ഒരെണ്ണം ഉള്ളത് ഭയങ്കര വലിപ്പമുള്ള ചീനിച്ചട്ടിയാണ്. ഇതാകുമ്പം കറക്റ്റാണ്. അപ്പോൾ നമുക്കിതൊന്ന് ഇട്ട് ഇങ്ങനെ വറുത്തിങ്ങെടുക്കാം. കണ്ടോ, ഒറ്റ പ്രാവശ്യം ഇടുമ്പോഴത്തേന് അതങ്ങ് വറുത്തെടുക്കുക. അല്ലെ മണിക്കൂർ സമയം ഇതിൻ്റെ പുറകെ ഇങ്ങനെ നമ്മൾ നിൽക്കേണ്ടി വരും. ഇതാകുമ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ അതവിടെ കിടന്ന് റെഡിയായി വരട്ടെ. ഇങ്ങനത്തെ കാര്യമൊക്കെ വെരി ഫാസ്റ്റാണ്, അല്ലെങ്കിൽ ദേഷ്യം വരും അജുവിന് പെട്ടെന്ന്. എടുത്ത ചട്ടി അടപ്പേ വെക്കാൻ പറഞ്ഞാൽ അന്നേരം വെച്ച് വേണം. ഹരിയേട്ടനൊക്കെ അങ്ങനെ പടോ എന്നും പറഞ്ഞു. വേണ്ട, ഞാൻ ഉണ്ണിയപ്പം ഉണ്ടാക്കിയിട്ട് അത് അവിടെ വൃത്തിയാക്കിയില്ല കേട്ടോ. ഉണ്ട്, കുറച്ചേ ഉള്ളൂ. അന്നേരം ഒഴിക്കുന്നത് അത്രേ. ഇനി വൃത്തിയാക്കണം. അത് ഇതാവട്ടെ മോനെ. ഒഴിച്ചോ. ഉടുപ്പേ തേക്ക് വന്നോ?
കൈ ചൊറിയുമ്പോൾ പാൻറ്റേ തേച്ച് കഴിഞ്ഞാൽ മഞ്ഞളുണ്ടെങ്കിൽ അത് പാൻറ്റയിലൊക്കെ പിടിക്കുവേ. കീറും. ആ നൂല് തീർന്നു. അതേലൊന്നും ഇട്ട് തൂക്കരുത്. ഇട്. ആ ശവന്തിരി ഉറുമ്പ് ഇരിക്കുമോ ഇവിടെ? ഒഴിക്ക്. ആവശ്യത്തിന് മാത്രം ഒഴിക്കും. പിന്നെ അതാ ചട്ടിയിലെ വെള്ളമാണ്, അല്ലാതെ ഇതിനകത്ത് വെള്ളമൊന്നുമില്ല. ആ മതി. ഓവറായി അജു. ഈ എണ്ണ പിന്നെ രണ്ടാമത് നമ്മൾ തിരിച്ചെടുക്കുന്നില്ല. പിന്നെ വേണേൽ ഇച്ചിരി കൂടെ ഒഴിച്ച് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും കോരി ഒഴിച്ചിട്ട് തിളക്കട്ടങ്ങോട്ട്. തിളച്ച് കഴിഞ്ഞിട്ട് ഇടാം. ഇത് ഒരെണ്ണം മാത്രം ഇടാൻ പോകുന്നത് അറിയത്തില്ല. അതിൽ അയ്യത്തെങ്ങാണ്ട് കയറിപ്പോയി പിന്നെ ഏതാണ്ട് മുയലിന് പോച്ച പറിക്കുകയോ ഏതാണ്ട് ചെയ്തപ്പം എന്തുവാന്നു. അല്ലല്ല ഒരു മുള്ളിൻ്റേതാ. മുള്ളിൻ്റെ ഒരെണ്ണം കൊണ്ടിട്ട് അതിന് നല്ലപോലെ മസാല തേച്ചിട്ടുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ അത് അജുവിനായിട്ട് മാത്രം അവൻ സൃഷ്ടിച്ചതാണെന്നാണ് തോന്നുന്നത്. ഏറ്റവും നല്ലപോലെ മസാലയൊക്കെ പുരട്ടി ഉണ്ടാക്കിയത് ആർക്കാക്കള അച്ചാച്ചനും? ആർക്ക് വേണേലും ഇട്ടു. അങ്ങനൊന്നുമില്ല. അടുത്തതിനെയും കൊണ്ടുവന്നിട്ട് പക്ഷെ അല്ലാതെ തിരിച്ചായിരുന്നു ഇടേണ്ടത്. ഇത് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചുകൊണ്ടിരിക്കുന്ന പോലെ ഇരിക്കുന്നല്ലോ ഈ മീൻ. തിരിച്ചിടണം, ഒരേ സൈഡിന് ഇടണം. അങ്ങനെയാണ് രസം. അങ്ങനെയാണ് ഞാനൊക്കെ ഇടുന്നത്. അങ്ങനെ വേണം ഇടാൻ. നല്ല നമുക്ക് തിരിച്ചൊക്കെ ഇടാനൊക്കെ ഒരു ഇത് വരുന്നത്. അജു അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചു മറിച്ചും ഒക്കെ ഇടുന്നു. എങ്ങനെ ആയാലും വേണ്ടില്ല, നമുക്ക് തിന്നാൽ മതി. ഞാനായിരുന്നെങ്കിൽ ഇപ്പോൾ ഇവിടെ പതുക്കെ നിൽക്കത്തേ ഉള്ളൂ. എൻ്റെ കുഞ്ഞ് ആയതുകൊണ്ട് അവൻ പെട്ടെന്ന് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് റെഡിയാക്കി തരും. ഇത് കഴിഞ്ഞിട്ട് വേണം എൻ്റെ വാവന് കുളിക്കാൻ. കഷ്ടം. പപ്പടം വിറ്റ കാശെല്ലാം മീനായി വന്നു. ഇല്ലക്കളേ സാരമില്ല. കുറച്ച് ദിവസമായ നജിമോ മീൻ മേടിച്ചിട്ട് ഞാനായിരുന്നു കഴിഞ്ഞ ദിവസം മീൻ മേടിച്ചത്. പൈസ എടുത്ത് മുറുക്കി പിടിച്ചോണ്ട് നിൽക്കുന്നുണ്ടപ്പം ഞാനങ്ങ് മേടിക്കുമോ ചെയ്ത്. നമ്മൾ ഹാരിഷങ്കലിൻ്റെ വീട്ടിൽ പോയിട്ട് ഇങ്ങോട്ട് വന്നപ്പോൾ ഇല്ലയോ? അന്നേരം അജുമോൻ്റെ കയ്യിലെ പൈസ മൊത്തം തീർന്നു. കഴിഞ്ഞ ദിവസം വിട്ടു വന്നപ്പം ഞാൻ ആകെപ്പാട് ആദ്യം അവിടെ പോയിട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേനും എല്ലാം ഒന്നുമില്ലായിരുന്നു കയ്യിൽ. അപ്പം ഇച്ചിരി പിന്നെ ഉണ്ണിയപ്പത്തിനുള്ള ഇത് മേടിക്കാനുള്ള കുറച്ച് പൈസയേ ഉള്ളായിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഉണ്ണിയപ്പമൊക്കെ ഉണ്ടാക്കി 2-3 ദിവസം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ കയ്യിൽ ഇച്ചിരി പൈസയായി. അപ്പം ഞങ്ങൾ ഹാരിഷങ്കലിൻ്റെ അവിടെ പോകാൻ നമുക്ക് ബുദ്ധിമുട്ടൊന്നും ഇല്ലായിരുന്നു. അവിടെ നിന്ന് തിരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേനും ഇനി ഒരു ചുക്കുണ്ടാകുമില്ലാതായിപ്പോയി. ഒന്നുമില്ല. ഇനിയും കാണാൻ എന്തെങ്കിലും ഉണ്ടാവുക മാത്രമേ ഉള്ളൂ. അജു കണ്ട് കിട്ടിയ പൈസയും കൊണ്ട് മീനും കൊണ്ട് വന്നു. കുഴപ്പമില്ല, അടിപൊളി. കഴിഞ്ഞോക്കളെ. ഇനി എന്തോ പരിഞ്ഞിലിടാനാണോ? അജുവിൻ്റെ ഫേവറേറ്റ് സാധനമാണ് പരിഞ്ഞിൽ. ഏത് വയ്യാഴികയിലും പരിഞ്ഞിൽ കണ്ട എൻ്റെ കുഞ്ഞ് ചാടി എണീറ്റ് വരും. ആ തേടിൻ്റെ തേട് പൊട്ടിത്തിറക്കിയായിരിക്കണമെങ്കിൽ അത് ആ ഓക്കെ. യെസ് ഡിയർ ഡാർലിംഗ്. മറ്റേ മീനും കൂടെ ഒന്ന് എനിക്ക് കഴുകി തന്നിട്ടോ പ്ലീസ്. ഞാൻ കുളിച്ചതാ മോനെ. വേണോക്കളെ അത് പിന്നെ അവിടെ അങ്ങനെ വെച്ചേക്കെ കൊള്ളത്തില്ല. പ്ലീസ് അതും കൂടെ എനിക്കൊന്ന് കഴുകിത്ത. ഇത്രയും ചെയ്തില്ലേ? അവിടെ ഉപ്പിരിക്കുന്നു. വേറെ വല്ല പിള്ളേർ വന്നെങ്കിൽ ചെയ്തു തരുമോ? എൻ്റെ ചേച്ചിയും കൂടെ കഴിഞ്ഞ ദിവസം പറഞ്ഞ് അജിമോനാന്ന് ചടപടാന്ന് മീനെടുത്ത് വെട്ടി വറുത്തിട്ട് എല്ലാവർക്കും കൊടുക്കാനായിട്ട് എല്ലാം റെഡിയാക്കി അടപ്പേ വെച്ചിട്ട് കുളിക്കാൻ പോയപ്പം എൻ്റെ ചേച്ചിക്ക് ഭയങ്കര ഒരു അതിശയമായിരുന്നു.
മീനാണേലും ചിക്കനാണേലും അജിമോൻ ഇങ്ങനെ ഇങ്ങനെ വന്ന് അങ്ങ് ചെയ്യും. അത് രണ്ടും അവന് ഇഷ്ടമാണ്. ആ ചിക്കൻ അങ്ങോട്ട് മേടിച്ച് എന്തോ ചെയ്യും? വറുത്ത് തിന്നുമോ? ആണോ? ചിക്കൻ ഫ്രൈ ആക്കി ഹാഫ് ഫ്രൈ ആക്കിയിട്ട് നമ്മൾ ഒരു നെയ്ച്ചോറും വെച്ച് ഇല്ലേ മോനെ? പെട്ടെന്നുണ്ടാക്കും. ഓ നമ്മളാ വടക്കാഞ്ചേരി പോയപ്പം 60 രൂപ എന്തോ നല്ല ഇല്ലയോ? നല്ല രുചി, എന്തോ ലാഭവുമായിരുന്നു. മുട്ടയും എല്ലാം ഉള്ളത്. അവർക്ക് എന്തോ ലാഭം അതിൽ നിന്ന് കിട്ടുമെന്ന് എനിക്കറിയത്തില്ല. ഓ ചൂട് അന്നേരം തന്നെ ഉണ്ടാക്കിയത്. അപ്പം നമ്മുടെ അജിക്കുട്ടൻ്റെ മീൻ ഫ്രൈ കണ്ടോ? മീൻ തിരിച്ചിടുന്നിടം വരെ ഇവിടെ ഉണ്ടായിരുന്നു. മറ്റേ മീനെല്ലാം കഴുകി വെച്ച് തന്നിട്ട് പോയിട്ടുണ്ട്. കണ്ടോ? ഇനി ഒന്നുകൂടെ ഞാനൊന്ന് കഴുകിയിട്ട് അത് കറിക്ക് ആക്കി കഴിഞ്ഞാൽ നല്ലതാണ്. അല്ലെങ്കിൽ നാളെ രാവിലെ എടുത്ത് ആക്കിയാലും മതി. ഇന്നേ ചെയ്ത് വെക്കുവാണെങ്കിൽ അമ്മച്ചിക്ക് ബുദ്ധിമുട്ടില്ലല്ലോ എന്നുള്ളതിന് എല്ലാം റെഡിയാക്കി തന്നേക്കുന്നുണ്ട്. നമ്മുടെ അജ്മോൻ്റെ മീൻ വറുത്തം എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വിട്ടേക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പരിഞ്ഞിലെടുത്തിട്ട് അതും എല്ലാം റെഡി ആയിട്ടുണ്ട്. കുളിക്കാൻ കയറിയേക്കുക. കുളിയൊക്കെ കഴിഞ്ഞിട്ട് ഇറങ്ങി വരും ഇത് കഴിക്കാനായിട്ട്. ഞാനപ്പോഴത്തേക്ക് പിന്നെ മീനുള്ളത് എടുത്ത് വെക്കാം. മീൻകറി ഇവിടെ ഉണ്ട് കേട്ടോ. നാളത്തേക്ക് എടുക്കാനായിട്ട് ഞാനെല്ലാം റെഡിയാക്കി വെക്കാം. നാളെ എടുത്ത് ഉണ്ടാക്കാൻ രാവിലെ. നമ്മൾ ഇടയ്ക്കിടയ്ക്ക് എങ്ങാണോന്ന് ഇളക്കി കൊടുത്താൽ മതി. കുറച്ച് നേരം ഇങ്ങനെ ഇടുന്ന അതൊന്നും ആവത്തില്ല. അപ്പം അതങ്ങനെ അവിടെ ഇരുന്നുകൊണ്ട് വേവട്ടെന്നല്ല, എല്ലാം ഒന്ന് റെഡിയായി മുരിഞ്ഞ് വരട്ടെ. അപ്പോഴത്തേക്ക് ഞാനും ചോറൊക്കെ കഴിക്കാം. അപ്പോൾ നമ്മുടെ എന്തൊക്കെയാക്കളെ ചക്ക വേവിച്ചത്, മീൻകറി, മീൻ പരിഞ്ഞിൽ, മീൻകറിയുടെ മീനിരിക്കുന്നു. പിന്നെ ഇവിടെ പാത്ത് വെച്ചേക്കുന്നു. നോക്കുമ്പോൾ കാണുന്നില്ല. മീൻ വറുത്തത് വെട്ടം കുറവാണ് കേട്ടോ. മീൻ വറുത്തത് എല്ലാം ചേർത്തിട്ട് അജിമോൻ കഴിക്കുന്നു. ഇതൊക്കെയാണ് അജിമോൻ ഇഷ്ടം. ഇവിടെ അങ്ങനെയൊന്നും ചക്കയൊന്നും വേവിക്കാറില്ല ഇല്ലയോക്കളെ? ഒരു പ്രാവശ്യമോ 2 പ്രാവശ്യം എങ്ങാണ്ട് ഞങ്ങൾ ചക്ക വേവിച്ച് ഈ വർഷം. അത്രയുള്ളൂ. ആദ്യം നമുക്ക് വേവിക്കാൻ കിട്ടിയായിരുന്നു. നമ്മൾ ഇഷ്ടം പോലെ വറുത്ത് ഞങ്ങൾ വെച്ചിരുന്നിട്ട് ഇഷ്ടം പോലെ തന്നില്ലയോ? 4 വലിയ ടിന്നിൽ ഞങ്ങളിവിടെ വറുത്ത് വെച്ച് ഇഷ്ടം പോലെ കഴിച്ചു. ഓക്കെ, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും വീഡിയോ കാണണം, സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അജിമോൻ്റെ തലവേദനയൊക്കെ മാറിയ മാറ്റം കണ്ടു. അജിമോൻ ഉഷാറായി. കണ്ണും താണ് ഒരൊറ്റ കിടക്കുമായിരുന്നു. കണ്ട മോഹം. താങ്ക് യു.